തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടമാണല്ലോ കേരളം സാക്ഷ്യം വഹിച്ചത്. കേരളത്തിൽ ഉടനീളം UDF തരംഗമാണല്ലോ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത്. പത്തനംതിട്ട ജില്ലയിലും അത് തുടർന്നു. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണം UDF നിലനിർത്തി. UDFന് 8 സീറ്റും LDFന് 4 സീറ്റും NDAക്ക് 3 സീറ്റുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഘടകമായ ഒരു പ്രധാനപ്പെട്ട? ഞാൻ ആനിക്കാട് പഞ്ചായത്തുകാരി തന്നെയാണ്. ജനിച്ചു വളർന്നതും ആനിക്കാട് പഞ്ചായത്തിൽ തന്നെയാണ്. കെട്ടിച്ചതും ആനിക്കാട് പഞ്ചായത്തിൽ തന്നെയാണ്. നിലവിൽ എന്നെ കെട്ടിച്ചു വിട്ട വാർഡായ 4-ാം വാർഡിലെ നിലവിലെ മെമ്പറാണ്. അതുപോലെ തന്നെ ഈ ഭരണസമിതിയിലെ ആദ്യത്തെ പ്രസിഡന്റുമായിരുന്നു. പിന്നെ ഞാൻ ജനിച്ച വാർഡായ എൻ്റെ സ്വന്തം വാർഡായ 5-ലാണ് ഈ പ്രാവശ്യം ഞാൻ മത്സരിച്ചത്. എൻ്റെ 4-ാം വാർഡിലെ പ്രവർത്തനങ്ങളും പ്രസിഡന്റായിട്ടിരുന്നപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങളും ഒക്കെയാണ് എന്നെ 5-ാം വാർഡിലോട്ട് എൻ്റെ സ്വന്തം വാർഡുകാർ തന്നെ ആഗ്രഹിക്കുകയും അവർ തന്നെ അവിടെ എന്നെ ആക്കുകയും വിജയിക്കുകയും അവർ വൻ ഭൂരിപക്ഷത്തെ എന്നെ വിജയിപ്പിക്കുകയും ചെയ്തു. എല്ലാ വിജയാശംസകളും. നല്ലൊരു വർഷമാണ്. കാൻഡിഡേറ്റ് ആയിട്ടുള്ള വീണ്ടും ഒരു വലിയ വിജയത്തോടുള്ള തിരിച്ചുവരവാണ്. എന്താണ് ഈ ഇലക്ഷനെ കുറിച്ച് ജനങ്ങൾ തന്ന പിന്തുണയെക്കുറിച്ചും മുന്നോട്ടുള്ള ഇനിയുള്ള സ്വപ്നങ്ങൾ എന്താണ്? സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തിയതിന് ജനങ്ങൾ നൽകിയ വലിയൊരു സ്വീകരണമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ മല്ലപ്പള്ളിക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് വീണ്ടും തുടരും. അഴിമതിരഹിതമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കും. ഇതുവരെയുള്ള ഒരു പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. എനിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടുപോകും. മല്ലപ്പള്ളിയുടെ പൊതുവായിട്ടുള്ള വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി മല്ലപ്പള്ളിയുടെ ജനങ്ങൾ ഒന്നടങ്കം അവളോടൊപ്പം നിൽക്കുന്നുള്ളതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. തുടർച്ചയായ വിജയം, നീണ്ട വർഷത്തെ പൊതുജീവിതം. അപ്പൊ എന്താണ് ഈ വിജയത്തെ കുറിച്ച് ഇപ്പൊ ഈ മടക്കോലിയിൽ നിന്നുള്ള ദൈവത്തിന്റെ അനുഗ്രഹം, ജനങ്ങൾ അർപ്പിച്ച വലിയ വിശ്വാസം, കഴിഞ്ഞ 15 വർഷക്കാലം തുടർച്ചയായ ജനപ്രതിനിധിയായുള്ള അനുഭവ സമ്പത്ത്, പരിചയം, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും കൂടെ നിന്ന് പ്രവർത്തിച്ച് ജനങ്ങൾ നൽകിയ അംഗീകാരം, ഈ തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിൽ ഇവിടെ മാത്രമല്ല മൊത്തം സംസ്ഥാനത്തൊട്ടാകെ UDFന് അനുകൂലമായ തരംഗമാണ്. എല്ലാ വിജയാശംസകളും. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ വിജയിച്ചല്ലോ സിന്ധു സിസ്റ്റർ. അപ്പൊ എന്താണ് ഈ വിജയത്തെ കുറിച്ച് കാണുന്നത്? ഒരു ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ആദ്യമേ തന്നെ എന്നെ ഈ 13-ാം വാർഡിലേക്ക് വിജയിപ്പിച്ചതിന് സർവേശ്വരനോടുള്ള നന്ദി പറയുകയാണ്. പിന്നെ ജനങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസം, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് കഴിഞ്ഞ 5 വർഷം ഇരുന്ന സമയത്തും ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം കൊണ്ടാണ് വീണ്ടും ഒരു മത്സര രംഗത്തേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത്. അപ്പോഴും ജനങ്ങൾ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾ എന്നെ വിശ്വസിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാ വിജയ ആശംസകളും. എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ വിജയത്തെ കുറിച്ച് പറയുന്നത്? വിജയം ഞാൻ ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എതിരാളി എന്ന് പറയുന്ന 15 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് എതിരാളി ഞാൻ കന്നി അംഗത്തിൽ മത്സരിക്കുന്നത്. ഓക്കെ. ആദ്യമൊക്കെ പല കുപ്രചാരണങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ പൊതുസമ്മതനല്ല, അറിയത്തില്ലായിരുന്നു. അതിനൊക്കെ ഞാൻ അതിജീവിച്ചാണ് 76 വോട്ടിന് വിജയഭൂരിപക്ഷമായി ഞാൻ വിജയിച്ചിരിക്കുന്നത്. എന്തോ ഘടകമായത് വിജയത്തിന്റെ? ഈ കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിന്റെ രാഷ്ട്രീയമാണോ അതോ വ്യക്തിപരമായ ബന്ധങ്ങളിലാണോ? തന്നെയാണ്. കാരണം 15 വർഷമായിട്ട് വാർഡിന്റെ ഒരു മുരടിപ്പ് അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇത്ര വിജയിച്ചത് തന്നെ കാര്യം. അപ്പൊ എന്തൊക്കെയാണ് മനസ്സിൽ കാണുന്നത് നാടിന് വേണ്ടി? മനസ്സിൽ വാർഡിനെ വിജയിപ്പിക്കുക, വികസനം ചെയ്യുക, അതിനുശേഷം മാത്രമേ ഉള്ളൂ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് വിജയിച്ചത്. അപ്പൊ എല്ലാ വിജയാശംസകളും ഉള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ദൈവം അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു. എന്താണ് ഈ വിജയത്തെ കുറിച്ച് പറയാനുള്ളത്? എന്തൊക്കെയാണ് ഇനിയും മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ? ദൈവം തമ്പുരാൻ ആദ്യം നന്ദി കരയറ്റുകയാണ്. അതിനോടൊപ്പം എൻ്റെ വാർഡിലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകർ തന്ന ഒരു സ്നേഹ ഉപകാരമാണ് എൻ്റെ വിജയമെന്ന് പറയുന്നത്. എനിക്ക് തുടർന്നുള്ള ഈ 5 വർഷം എൻ്റെ വാർഡിന് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ടുണ്ട്. എന്നിൽ കഴിയാവുന്നതിനപ്പുറം ഞാൻ ആ ഒരു ആത്മാർത്ഥമായും അവരോടൊപ്പം കൂടെയുണ്ട്. എല്ലാ കാര്യത്തിലും ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നുള്ളത് ഉറപ്പ് ഞാൻ നൽകുകയാണ്. അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു വർഷമായിരിക്കട്ടെ. എങ്ങനെ വിജയത്തെ കാണുന്ന? സന്തോഷമുണ്ട് വിജയിച്ചതിൽ. എത്ര വോട്ടിനായിരുന്നു? 163 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ വിജയിച്ചു. പഞ്ചായത്തിൽ നല്ലൊരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചു കിട്ടിയല്ലേ? എല്ലാ വിജയാശംസകളും. താങ്ക് യു. ചേച്ചി, ആനിക്കാട് 12-ാം വാർഡിൽ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചിരിക്കുകയാണല്ലോ. എന്താണ് ഈ വിജയത്തെ കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ 10 വർഷം 11-ാം വാർഡ് മെമ്പറായിരുന്നു.
അതിപ്പോൾ വിഭജനം വന്നപ്പോൾ 12-ാം വാർഡായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു. ആണല്ലേ? അതാണ് ഇപ്പൊ ജനങ്ങൾ തന്നൊരു പിന്തുണയാണല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ വിജയ ആശംസകളും. താങ്ക് യു. ചേച്ചി ഏത് ഗ്രാമപഞ്ചായത്തിൽ നിന്നാ? കല്ലുപ്പാറ 4-ാം വാർഡിൽ നിന്ന്. എങ്ങനെയാണ് ഈ വിജയത്തെ കുറിച്ച് പറയുന്നത്? എൻ്റെ മാതാപിതാക്കൾ മൂലം ഞങ്ങൾ UDF-ന്റെ ആൾക്കാരായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതകാലം അങ്ങനെ UDF-ൽ തന്നെ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ അറിയാവുന്ന ജനമായിരുന്നു എൻ്റെ നാട്ടുകാർ. ഏത് ആവശ്യങ്ങൾ അവരോടൊപ്പം ഞാൻ നിൽക്കുമെന്ന് ഞാൻ അവരോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 10-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് UDF സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചല്ലേ? അപ്പൊ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ച് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് വിജയം എനിക്ക് തന്നെ അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇത്രയും പേര് എന്നെ അംഗീകരിച്ചു, അവർക്കൊപ്പം നിൽക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. കന്യാംഗമാണോ? അതെ അതെ. അപ്പം തീർച്ചയായിട്ടും ഈ വരും വർഷങ്ങൾ നാടിന്റെ തുണയായിട്ട് നിൽക്കട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ആനിക്കാട് പഞ്ചായത്തിൽ നിന്ന് 4-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചതാ അല്ലേ? അതെ. അപ്പൊ ഈ വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു കാറ്റ് UDF-ന് അനുകൂലമായിട്ട് വിശ്വസിക്കുന്നു. എന്താണ് വിജയത്തിനെ കുറിച്ച് പറയാനുള്ളത്? ആനിക്കാട് പഞ്ചായത്തിൽ UDF ആനിക്കാട് പഞ്ചായത്ത് ഭരിക്കും. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. തുപ്പലെ തൊട്ടാരിക്കത്തില നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. അതെന്താ കാരണങ്ങൾ? എന്താണ് കാരണങ്ങൾ? പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയമായ മാനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ കാരണങ്ങൾ തന്നെയാണ്. ഞാൻ ഓരോന്നും എടുത്തു പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എത്രാമത്തെ തെരഞ്ഞെടുപ്പ്? ഞാൻ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതാണ് ജയിച്ചു വരുന്നത്. 3 പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ബ്ലോക്കിൽ മത്സരിച്ച് തോറ്റുപോയിട്ടുണ്ട്. 2 പ്രാവശ്യം വിജയിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം വലിയ ശുഭപ്രതീക്ഷയോടെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അല്ലേ? ഓഫ് കോഴ്സ്. എല്ലാ വിജയാശംസകളും.